കൊച്ചിയിൽ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്തതിനെ ചൊല്ലി കയ്യാങ്കളി. സാൻഡ്വിച്ചിലെ ഇത്തിരി ചിക്കൻ കുറഞ്ഞു പോയതിന് കയ്യാങ്കളി. പപ്പടത്തിന് വേണ്ടിയിട്ടും ചിലർ ലേസിന് വേണ്ടിയിട്ട് അടികൂടി എന്ന് പറഞ്ഞ് ചില നാടിനെ കളിയാക്കാറുണ്ടായിരുന്നിട്ടാ. ഇപ്പോൾ വരുന്നുണ്ട് പുതിയ വാർത്ത. കൊച്ചിയിലാണ് സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് കയ്യാങ്കളി. ഇന്നലെ കൊച്ചിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങളും ചിക്കിംഗ് മാനേജറും തമ്മിലാണ് പ്രശ്നങ്ങളുണ്ടായത്. വാക്കുതർക്കത്തിനൊടുവിൽ മാനേജർ കത്തിയുമായി കയ്യേറ്റം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥികളുടെയും സഹോദരങ്ങളുടെയും പരാതിയുണ്ട്. കുട്ടിയുടെ സഹോദരനുണ്ട് നമുക്കൊപ്പം. നമസ്കാരം, എന്താണ് സംഭവിച്ചതെന്ന്? സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിളിക്കുന്ന ഇപ്പൊ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് പല ന്യൂസുകാരും ഇത് വളച്ച് തിരിച്ച് ഇത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതിന്റെ ആക്ച്വൽ കഥ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്നലെ ഒരു 1:15 സമയത്ത് എൻ്റെ അനിയനും കൂട്ടുകാരും അവർ നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും അത്ലീറ്റ്സ് ആണ്. ഇന്നലെ അവിടെ നടക്കുന്ന CBSE സ്റ്റേറ്റ് മീറ്റിന്റെ ഓട്ട മത്സരത്തിന് വേണ്ടി അവിടെ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയതിന്റെ ലഞ്ച് ബ്രേക്കിന്റെ ടൈമില് ഇവര് ഫുഡ് കഴിക്കാൻ വേണ്ടി ചിക്കിങ്ങിൽ പോയിരുന്നു. അതിന്റെ തലേ ദിവസം സ്റ്റേറ്റ് മീറ്റ് നടക്കണ്ടായി. ഇതേ കടയിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്. ഇതേ ഭക്ഷണമാണ് ഓർഡർ ചെയ്തിരുന്നത്. ഇവര് ചെയ്യുന്ന ഇവന്റ് റിലേ റേസ് ആയിരുന്നു. അപ്പൊ ഈ 4 പേരിൽ 3 പേര് ഓർഡർ ചെയ്ത ഒരേ രീതിയിലുള്ള ഭക്ഷണമായിരുന്നു. ആ ഭക്ഷണത്തിന്റെ ഇടയിൽ 3 പേരും 3 ഫുഡ് സാൻഡ്വിച്ചിൽ ഒരെണ്ണത്തിൽ കുറവുണ്ടായിരുന്നത് ഇവരെല്ലാരും പറയുന്ന ചോദ്യം ചെയ്തു എന്നാണ്. ചോദ്യം ആരും ചെയ്തിട്ടില്ല, സംശയം ചോദിച്ചു, അതും ട്രെയിനിലെടുത്ത്. അത് മൂലം അവിടുത്തെ മാനേജർ വന്നു പിള്ളേരുടെ മേത്തോട്ട് മെക്കിട്ട് കയറി. എന്നിട്ട് പുള്ളിയുടെ വാച്ചും ബെൽറ്റും പുള്ളിയുടെ യൂണിഫോമും പുറത്തോട്ടിട്ടിട്ട് പുറത്ത് പോയി ഇവന്മാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇടിക്കും. അതിന്റെ ഇടയിൽ പോകുന്ന വഴി എൻ്റെ അനിയന്റെ തലയിൽ തട്ടിയിട്ടാണ് ഇവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയേക്കുന്നത്. അങ്ങനെ അപ്പോഴാണ് എൻ്റെ അനിയൻ എന്ന് പറയുന്ന ഈ 4 പിള്ളേരും +1 പഠിക്കുന്ന ചെറിയ പിള്ളേരാണ്, മെലിഞ്ഞ് ആകെ അത്ലീറ്റ്സ് സ്കിന്നി പീപ്പിൾ ആണ്. അവൻ പോയി പുറത്ത് വെയിറ്റ് ചെയ്ത് അപ്പോഴാണ് എൻ്റെ അനിയൻ വിളിച്ചിട്ട് പറയുന്നത്, ചിക്കിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇയാൾ എന്തോ തല്ലാൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രശ്നമില്ലടാ, വിട്ടുകളാ, നിങ്ങൾ അത്ലീറ്റ്സ് അല്ലേ, നിങ്ങൾ പോയി ഓട്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുൾ ടെൻഷനോട് വിളിച്ചിട്ട് പറയാം, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവൻ വാച്ചും ബെൽറ്റൊക്കെ ഊരി അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ വേഗം ചേരാനല്ലൂരുണ്ടായി, ഞാൻ വേഗം അവിടെ എത്തിയപ്പോഴേക്കും ഇയാൾ ബെൽറ്റൊക്കെ ഇട്ട് ഉള്ളിൽ കയറുന്ന ഒരു അവസ്ഥയും. അവിടെ പോയി നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഇല്ല. പോയി കാര്യം ചോദിച്ചപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ തെറി വിളിക്കുകയും 2 മിനിറ്റിനുള്ളിൽ ഇവൻ കത്തി എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ കാണാം. അതെ, എന്നിട്ട് ഇവൻ ഈ കത്തി എടുത്ത് ഇവൻ നേരെ, അതും കൗണ്ടറിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. നമ്മളങ്ങനെ ഒരു കയ്യാങ്കളിയാന്നല്ലേ കത്തി അയച്ചുള്ളൂ. ഇവൻ നേരെ കത്തി എടുത്തിട്ട് എന്നോട് പറഞ്ഞു, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുത്തിക്കൊല്ലുന്നു. ഇവൻ കത്തി എടുത്ത വഴി നേരെ ഇറങ്ങി പിള്ളേരുടെ മേത്തോട്ട് വീശി. അത് കഴിഞ്ഞ് നേരെ വന്നു എന്നെ കുത്താൻ വന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ബാക്കിൽ നിന്ന് പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടത്. അവിടുത്തെ ട്രാഫിക് സ്റ്റേഷനിലത്തെ മാഡം വന്നിട്ടും അവിടെ അവൻ ഞങ്ങൾ നിലത്തെല്ലാവരും വീണു. ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് പോലീസുകാർ വന്നപ്പോഴേക്കും ഇവൻ വീണ്ടും ഉള്ളിൽ കയറിപ്പോയി. പോലീസുകാർ കാര്യമൊക്കെ ചോദിച്ചു. പിള്ളേർ പറഞ്ഞു ഞങ്ങൾ ഓടിക്കോട്ടെ. അതും ഏറ്റവും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് നാളെ ഒളിമ്പിക്സ് അടക്കം ഓടാനുള്ള പൊട്ടൻഷ്യലുള്ള പിള്ളേരാ. ജീവിതത്തിൽ ഇത് മാത്രമായിട്ട് അവന്മാർ ഇന്നലെ സ്റ്റേറ്റ് ഫസ്റ്റാ. ഈ ടീം ഈ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞവന്മാർ സ്റ്റേറ്റ് ഫസ്റ്റാ, ഇന്നലത്തെ കോമ്പറ്റീഷൻ വിന്നറാ. അവരുടെ ഭാവിയാണ് ഇവൻ തകർക്കാൻ നോക്കിയത്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ബാഗ് എടുക്കാൻ ഉള്ളിൽ കയറിയപ്പോൾ പോലീസുകാർ പുറത്ത് നിൽക്കുമ്പോൾ പറഞ്ഞു, ആ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു തീർത്ത് കളയുന്നു. ഞങ്ങൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുകയും ഞങ്ങൾ അവിടെ പോയതിനു ശേഷം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇന്നലെ എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങൾ കേസ് കൊടുത്ത് ടൈമിങ്ങും എല്ലാം നമ്മുടെ തെളിവുകളുണ്ട്. ഏറ്റവും രസം എന്ന് വെച്ചാൽ, ഇയാൾ പുറത്ത് ഇറങ്ങി ഇവരെ ഭീഷണിപ്പെടുത്താൻ നിൽക്കുന്ന ഫുട്ടേജസ്, ഇത് നിങ്ങൾക്ക് ആർക്കും കിട്ടാത്ത കുറെ ഇടാത്ത ഫുട്ടേജസ് നമ്മുടെ ഇരിപ്പുണ്ട്. ഇവൻ ഡീറ്റെയിൽഡ് ഫുട്ടേജസ് നമ്മുടെ ഫോണിലുള്ള. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവൻ പുറത്തിങ്ങനെ നിൽക്കുക ഇവരെ ഇടിക്കാൻ. എന്നിട്ട് ഇവരുടെ സ്റ്റാഫ് തന്നെ പോയിട്ട് അവനെ സമാധാനിക്കുമ്പോൾ ആ സ്റ്റാഫിനെ ഇവൻ ആക്രമിച്ചു, അവരുടെ സ്വന്തം സ്റ്റാഫിനെ. ഈ മാനേജർ എന്ന് പറയുന്ന ഈ ജോഷുവ എന്ന് പറഞ്ഞവൻ. എന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ വധഭീഷണിയാണ്. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷനിൽ അവർ കേസ് എടുത്തില്ല, ഇവർക്കത് സെറ്റിൽ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 2:30-3 മണിക്ക് എത്തിയ ഞങ്ങളുടെ പരാതി മൂലം വിളിച്ചു വരുത്തിയവനെ അവിടെ നിന്ന് അവന്റെ സ്വാധീനവും അവന്റെ ആരുടെയൊക്കെ സ്വാധീനവും ഉപയോഗിച്ച് ഞങ്ങൾക്ക് ആദ്യം കേസ് എടുത്ത് തന്നില്ല. എന്നിട്ട് അവസാനം ഞങ്ങൾ അവിടെ 7:30 വരെ നിർത്തിച്ചിട്ട് ഞങ്ങളുടെ FIR മൊഴി 4:30-5 മണിക്ക് മൊഴി എഴുതിയിട്ടും FIRന്റെ കോപ്പി ഞങ്ങൾക്ക് തരാണ്ട്
6:30 ഇവര് നമ്മളെ പോലീസുകാർ വിളിച്ച് പറയിപ്പിച്ചു. ഞങ്ങളെ ഉള്ളിൽ വിളിച്ച് പറഞ്ഞു അവര് ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും ആരോ വിളിച്ചു പറയണം, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന്. അപ്പൊ എന്റെ ഫാദർ ആ സ്ഥലത്ത് എത്തുകയും ഫാദർ പറഞ്ഞു ഞങ്ങൾ ആരെയും വിളിക്കില്ല, ഞങ്ങൾക്ക് കേരള പോലീസിലുള്ള അവസാന ഞങ്ങളുടെ ഭാഗമാണ് ഇത്, ഞങ്ങൾ ഇത് ഇന്ന് ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറി പ്രശ്നമൊക്കെ കേൾക്കുന്നത് വിളിച്ചു പറഞ്ഞാലാണ് അവിടെ ബലമുള്ളൂന്നാ. നമ്മൾ പറഞ്ഞു നമ്മൾ ആരെയും വിളിക്കുന്നില്ല. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇവര് ഇപ്പൊ കേസ് മാറി. കേസ് എങ്ങനെ കേസ് ഇപ്പോ ആദ്യം പരാതി കൊടുത്ത നമ്മള്, പക്ഷെ ആദ്യം FIR ഇട്ടേക്കണം അവന്റെ. അവിടെ ബൈക്കിൽ കൂളായിട്ട് വന്ന ആള് ഞങ്ങളെ സ്റ്റേഷന്റെ അകത്തുനിന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവൻ 6:30-7 മണിയായപ്പോ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും ആ കേസ് ആദ്യം എടുത്തിട്ട് കട ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിലാണ് ഇപ്പൊ കേസ് വന്നേക്കുന്നത്. ഞാൻ കൗണ്ടർ കേസ് ആളായി. കേസ് കൊടുത്ത് ഞാനിപ്പോ നേരെ തിരിഞ്ഞു. ഞാൻ ആശുപത്രി പോയി കിടക്കുന്ന അതിന്റെ ഒരു ടെക്നിക്കാണ്. പക്ഷേ പോലീസുകാര് സെൻട്രൽ പോലീസ് ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായി കേരള പോലീസ്, അത് ഇന്നലത്തോടുകൂടി ഫിനിഷ്. കുട്ടികൾക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, കുട്ടികളൊക്കെ അല്ല. ഞങ്ങൾ എന്നിട്ട് ഈ 7:30 ആയപ്പോ ഞങ്ങൾ ഇറങ്ങിയപ്പോ CI വിളിക്കണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചു. 10 മണി വരെ വീണ്ടും എന്റെ ഫാദറിനെ എന്നെ ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ നിർത്തിയ ആളെ ഇവര് എന്റെ അനിയൻ റേസ് ജയിച്ചു 6 മണിയായപ്പോ വന്നു. അപ്പൊ തൊട്ട് ഇവൻ ഛർദിക്കുക, ഇവന് തലവേദന എടുക്കുക, ഇവന് ഉറങ്ങാൻ നോക്കിയിട്ട് പറ്റണില്ല. കാര്യം അവന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവന്റെ ബ്രദറിനെ കുത്ത് ഒരാൾ കൊല്ലാൻ നോക്കിയേക്കുന്നത്. അവൻ ഇനി അവന്റെ ജീവിതത്തിൽ ഈ ഫ്ലാറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അവൻ ഇനി സ്കൂളിലും പോകണ്ട, പഠിക്കുകയും വേണ്ട, റേസും വേണ്ട, ഒന്നും വേണ്ടാന്ന്. ഞങ്ങളിപ്പോ അതിന്റെ ബാക്കിയുള്ള നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. പക്ഷെ ഇത് നമ്മൾ ആകെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ അവിടെ നടന്ന കളി, ആ സ്റ്റേഷനിൽ നടന്ന കളി നമ്മളിത് പുറത്തോട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജനക്കൂട്ടത്തിന് ഒരു വിലയില്ല എന്നുള്ളത്. എന്തായാലും വരട്ടെ, കേസ് വരട്ടെ, നമുക്ക് ബാക്കി എന്തായാലും പോലീസ് സ്റ്റേഷനിലും കൂടി അന്വേഷിക്കാം. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് സംഭവിച്ചത്. ചിക്കിങ്ങിൽ ഈ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞു പോയി എന്നുള്ളൊരു സംശയമാണ് ഈ കുട്ടികൾ പ്രകടിപ്പിച്ചത്. അതിനെ മാനേജർക്ക് അത് പ്രകോപനമായിട്ട് തോന്നി. പിന്നീട് ബന്ധുക്കൾ വരുന്നു, അങ്ങനെ അവർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുന്നു. ഒടുവിൽ കത്തിയായിട്ട് മാനേജർ വന്ന് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. സംഭവം എന്തായാലും ഇപ്പോൾ കേസായി, പുകിലായി, ഇനിയിപ്പോൾ കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ്.